ഇപ്പം ഉമ്മയെ കൊന്ന മകനും ഈ താമരശ്ശേരി ഉമ്മയെ കൊന്ന മകനും 4 പേരെ തലക്കടിച്ചു കൊന്ന മകനും ഈ 1250 അമ്മമാരെ പരിക്കേൽപ്പിച്ച 68 അമ്മമാരെ കൊന്ന ഈ മക്കൾക്കൊക്കെ അവർ ശരീരങ്ങളിൽ ഒഴുകുന്ന മുഴുവനും ഈ പറയുന്ന കടുത്ത സൈക്കോട്രോപി സബ്സ്റ്റൻസിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഈ സൈക്കോട്രോപി സബ്സ്റ്റൻസിന് ആഫ്റ്റർ എഫക്റ്റാ. ശരിക്കും എന്താണ് ഈ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? എത്ര സഹോദരന്മാർക്കും അറിയാം. MDMA എന്ന് പറയപ്പെടുന്ന ഈ ലഹരി വസ്തു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമാണ്. ഇത് വിൽക്കാൻ പാടില്ല, നിയമം വിൽക്കാൻ അനുവദിക്കുന്നില്ല. ഒരിക്കൽ പോലും ഇതിന് ജാമ്യം കിട്ടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് മരണം സംഭവിക്കും. ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം 5 വർഷം കൊണ്ട് ഇത് മരണം സംഭവിക്കുന്ന ഡ്രഗാണ് ഞാൻ ഉപയോഗിക്കുന്ന അറിയാം. പക്ഷെ അതിന്റെ അപകടം എന്താണെന്ന് അറിയാമോ? ഈ ഡ്രഗിന്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ TSCക്കൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. മക്കളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. ചോദ്യങ്ങൾ എന്താണ് കില്ലർ ഡ്രഗ്സ് എന്നൊക്കെ ചോദിക്കും. വാട്ട് ഇസ് മീനിങ് ഓഫ് കില്ലർ ഡ്രഗ്സ്? എന്താണ് പാർട്ടി ഡ്രഗ്? ചോദ്യങ്ങളാണ്. പാർട്ടി ഡ്രഗ് എന്താണ്? കില്ലർ ഡ്രഗ്സ് എന്താണ്? ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ വൃത്തത്തിനകത്ത് കില്ലർ ഡ്രഗ്സ് എന്ന് മുകളിൽ എഴുതി കഴിഞ്ഞാൽ അത് 18 ഐറ്റംസ് സാധനങ്ങളാണ് കില്ലർ ഡ്രഗ്സ്. ഏതൊക്കെയാ? പെത്തഡിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ, ആഷിക്, ടോൾസം, MDMA, മെത്താഫെറ്റമിൻ, മെത്തിലിൻ ഡയോക്സി, മെത്തൽ ഓക്സൈഡ്, ക്ലാര, ഈ പറയുന്ന കല്ല് പോലെ ഒരുപാട് സാധനം. ഈ 18 പരം സൈക്കോട്രോപി സബ്സ്റ്റൻസ് ഈ പറയുന്ന കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലാണ് വരുന്നത്. കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസ് എന്താണ്? കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസ് ഒറ്റ തവണ ഉപയോഗിച്ചാൽ, ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുകയും എന്ന മനസ്സ് നോ എന്ന് പറയപ്പെടുന്ന ലഹരി വസ്തുക്കൾ ഏതോ ആ സൈക്കോട്രോപി സബ്സ്റ്റൻസ് എല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം ആവശ്യപ്പെടുന്ന ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലർ ഡ്രഗ്സ് കാറ്റഗറീസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, യാതൊരു കാരണവശാലും കില്ലർ ഡ്രഗ്സ് കാറ്റഗറിയിലെ ഒരു ഡ്രഗും ഒരു മനുഷ്യനും തമാശയ്ക്ക് പോലോ പ്രേരണയാലോ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് പോലും നടത്താൻ പാടില്ല എന്ന് കർശനമായി നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി എക്സ്പെർട്ട് പാനൽ പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തുന്നു. തമാശയ്ക്ക് പോലും ഫസ്റ്റ് ഡോസ് പോലും എടുത്ത് പരീക്ഷ നടത്തരുത്. എത്ര ശക്തമാനും പ്രബലനുമാണെങ്കിലും ആ ഒരു ഫസ്റ്റ് ഡോസിൽ അതിലേക്ക് അവൻ വീഴും. ഇനി കേട്ടോളൂ.